നമ്മളിപ്പോൾ സഭയിലേക്ക് പോവുകയാണ്. സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. ഈ സംസ്ഥാനത്തെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ളത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 600 കിലോമീറ്റർ കടലും അതുപോലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 17 മിനി തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലുമുള്ള ചെറിയ പ്രോക്സിമിറ്റിയിലുള്ള ഒരു സ്ഥലമാണിത്. ഈ പോർട്ടുകളെയും മിനി പോർട്ടുകളെയും എല്ലാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ലോജിസ്റ്റിക്സും അതുപോലെ ക്രൂയിസ് ഷിപ്പിങ്ങും എല്ലാം കൊണ്ടുവരികയും ഈ പോർട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ടൗൺഷിപ്പുകൾ രൂപപ്പെട്ടു വരികയും അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പല ഇക്കണോമിക് മോഡലുകൾ നമ്മൾ ഉണ്ടാക്കി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബജറ്റ് പ്രസംഗത്തിന്റെ പലതരത്തിലുള്ള ഇക്കണോമിക് മോഡലുകൾ ഉണ്ടാക്കി സർക്കാരിന് പൂർണ്ണമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള വിവിധ വികസന പദ്ധതികൾ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റും. മലബാറിന്റെ പോർട്ട് അത് രൂപീകരിച്ച് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതാണ്. വളരെ മന്ദഗതിയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അതിനെ ഊർജ്ജസ്വലമാക്കാൻ ആ പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മലബാറിൽ ഇതിൻ്റെ അകത്ത് വലിയ വികസന സാധ്യത മലബാറിലുണ്ട്. ഈ അഴീക്കൽ പോർട്ടും അതുപോലെ ബേപ്പൂർ പോർട്ടും ഉൾപ്പെടെ അഴീക്കോടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വികസന സാധ്യതകളുടെ ഒരു വാതിലാണ് തുറക്കപ്പെടുന്നത്. ഗവൺമെന്റ് അത് ഫസ്റ്റ് പ്രയോറിറ്റിയായി, ഒന്നാമത്തെ പരിഗണനയായി വെച്ചുകൊണ്ട് ഈ പോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. തീർച്ചയായും അതിലൊരു പ്രയോറിറ്റി ഈ മലബാറിലെ ഈ വികസന സംരംഭങ്ങൾക്കുണ്ടാവും. ശ്രീ നജീബ് കാന്തപുരം. സർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. അന്ന് ആരംഭിച്ച ആ ഒരു വലിയ പദ്ധതി ഇന്ന് കേരളത്തിന് 2ാം ജനറേഷനിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ പോലെ വിഷൻ സമുദ്ര നമുക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. സർ, ഇതിനെ അക്കാഡമിയുമായി ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഒരു കാലത്തെ, പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കാലാനുസൃതമായി നമ്മുടെ അക്കാഡമിക് നിലവാരത്തിൽ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠന മേഖലയാണ്. അപ്പൊ നമുക്ക് ഈ പോർട്ട് സിറ്റി എന്ന അങ്ങയുടെ ആശയത്തെ അക്കാഡമിയുമായി നമുക്ക് സമ്മിശ്രമായി നമുക്കൊരു സാധ്യത കൊണ്ടുവരാൻ അക്കാഡമിക് രംഗത്ത് കൂടി ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുമോ? മുഖ്യമന്ത്രി. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗവിടെ ചോദിച്ചത്. കാരണം ഇതിന് അക്കാഡമിക് രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം മാരിടൈം ഹിസ്റ്ററി ഉണ്ട്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബജറ്റിൽ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ മാരിടൈം മ്യൂസിയം കാഴ്ചകൾ കാണാനുള്ള ഒരു മ്യൂസിയം മാത്രമല്ല, അതിനെ അക്കാഡമിക് ലോകവുമായി ബന്ധപ്പെടുത്തുന്ന അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടി ഈ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകത്തിന്റെ മുഴുവൻ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാടിന്റെയും രാജ്യത്തിന്റെയും ഈ മാരിടൈം ഹിസ്റ്ററി അനാവരണം ചെയ്യപ്പെടുന്ന, പോർച്ചുഗീസുകാര് കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങിയത്, ഡച്ചുകാരുടെ വരവ്, ബ്രിട്ടീഷുകാരുടെ വരവ്, കുഞ്ഞാലിമരക്കാർ നടത്തിയ വീരോചിതമായ പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവും. മാരിടൈം ഹിസ്റ്ററി, അതുപോലെ ലോജിസ്റ്റിക്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. മൂന്നാമത് മാരിടൈം ലോ. നമുക്ക് ബോംബെ കേന്ദ്രീകരിച്ച് ആണ് മാരിടൈം ലോയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷനുകളും മറ്റുള്ളത്. ഇപ്പൊ തന്നെ പല കോളേജുകളിലും, തിരുവനന്തപുരത്ത് തന്നെ മാറിവാനിയസ് കോളേജിൽ LLM കോഴ്സ് ഈ പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ LLM മാരിടൈം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അപ്പോൾ ഒരുപാട് മാരിടൈം ലോ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ, നിരവധി സബ്ജക്റ്റുകൾ കൂടി, തൊഴിൽ സാധ്യതയുള്ള നിരവധി അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത വഴിതുറക്കും. ഗവൺമെന്റ് ഗൗരവതരമായി അത് ഈ പോർട്ട് സിറ്റിയുടെ ഭാഗമായി അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കും. ശ്രീ സജി ചെറിയാൻ. സാർ, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി നിലവിൽ തന്നെ ഒരുപാട് ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ,
വിദേശ നിക്ഷേപം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്ത് നമ്മൾ കണ്ടിരുന്നത്. ഏകദേശം 13,000 കോടി രൂപയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി നൽകുന്നത്, പ്രത്യേകിച്ച് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്? വിഴിഞ്ഞത്ത് നിക്ഷേപം വലിയ വാർത്താ പ്രാധാന്യം കഴിഞ്ഞ ദിവസം നേടിയ വിഷയമാണ്. അതിലിപ്പോൾ മുഖ്യമന്ത്രി സർക്കാർ നിലപാട് പറയുകയാണ്, വ്യക്തമാക്കുകയാണ്. അങ്ങനെ വിഴിഞ്ഞത്തിന് വൻ രീതിയിൽ വ്യവസായ നിക്ഷേപം വരുന്നത് പ്രശ്നമില്ല, പക്ഷേ അതിന് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ നൽകിയത്. അദാനി ഓഹരികൾ MSC കമ്പനി വാങ്ങിയ സംഭവത്തിൽ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടില്ല. സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള തുറമുഖമാണ്, ഓഹരി പങ്കാളിത്തമുള്ള തുറമുഖമാണ്. സ്വാഭാവികമായും അവിടെ ഓഹരി വിവിധം വിറ്റഴിക്കുമ്പോൾ സർക്കാരിൻ്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അവിടെ അനുമതി ഇല്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ല നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അനുമതി ആവശ്യമാണ്. ഈ വിഷയത്തിൽ അനുമതി തേടി കമ്പനി സമീപിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് അതിലൊരു ഭിന്നതയുണ്ട് സർക്കാരിന്. കമ്പനിയുടെ നീക്കത്തിൽ, വിഴിഞ്ഞം തുറമുഖ കമ്പനി നീക്കത്തിൽ സർക്കാരിന് അതൃപ്തിയുണ്ട്. സർക്കാർ പ്രതിനിധികളൊക്കെ ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിൽ വലിയ പുതുച്ചയാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു വിവരമാണ്. പക്ഷേ അതിൽ സർക്കാരിൻ്റെ അതൃപ്തി വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പോർട്ട് ട്രസ്റ്റ് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയായ, അവിടെ വലിയ കമ്പനിയായ ഷിപ്പിംഗ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് രംഗത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയായ യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC സ്വന്തമാക്കിയത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. $285 കോടി, അതായത് ഏകദേശം 27,000 കോടി രൂപയുടെ മൂല്യമാണ് ഈ ഓഹരി കൈമാറ്റത്തിൽ ഉള്ളത്. അങ്ങനെ കൈമാറുന്നത് സർക്കാരിൻ്റെ കൂടി അനുമതിയോട് വേണം. കാരണം സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ള, സർക്കാരിൻ്റെ കൂടി സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം. അങ്ങനെ കൈമാറുമ്പോൾ അത് എന്തുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി തേടിയില്ല ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും അതിൽ സർക്കാരിനുള്ള അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി. ഹരി, വ്യക്തമാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് മുഖ്യമന്ത്രി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ പ്രാധാന്യം നേടിയതാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്. ഏകദേശം MSC വഴി 13,000 കോടി രൂപ നിക്ഷേപവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിന് 49% ഓഹരിയാണ് MSC കമ്പനി സ്വന്തമാക്കിയത്. അതിൽ സർക്കാരിന് അനുമതി നേടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപവും കൂടിയാണ് ഇത്. ഏകദേശം 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയും കൂടിയാണ്. ഇതെന്തായാലും സഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി. നിലവിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.